ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായ കേരളവാണിയുടെ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി, ആണ്ടുവട്ടം 18-ാം വാരം, വെള്ളിയാഴ്ച, തിരുസഭാ മാതാവ് ധ്യാനവിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഒരുവൻ ക്രിസ്തുവിനെ എപ്രകാരമാണ് പിൻചെല്ലേണ്ടതെന്നും ആ യാത്രയ്ക്ക് അവൻ എത്രമാത്രം വില നൽകണമെന്നും ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിത്യജിച്ചുകൊണ്ട് സ്വന്തം കുരിശുകളെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇന്നുവരെ ഈ ലോകത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏതൊരു മതവിഭാഗമായാലും ഏതൊരു പ്രത്യയ ശാസ്ത്രമായാലും അവർ തങ്ങളുടെ പിൻഗാമികളെ ആഹ്വാനം ചെയ്യുന്നത് പുതിയൊരു ജീവിത അവസ്ഥയിലേക്കും സൗഭാഗ്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, എന്നും ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത ശൈലിയിലേക്കുമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് തൻ്റെ ജീവിത കുരിശുകൾ എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരുവാനായിട്ട് ഈശോ ഓരോ ക്രിസ്തു ശിഷ്യനോടും ആവശ്യപ്പെടുക. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ മാറ്റമല്ല, മറിച്ച് അവൻ്റെ ആത്മാവിനെ നേടിയെടുക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുന്നതിന് ഒരുപാട് ഓഫറുകളോ ഒരുപാട് ആനുകൂല്യങ്ങളോ എളുപ്പമാർഗങ്ങളോ ഒന്നും തന്നെയില്ല. മറിച്ച് കഷ്ടപ്പാടുകളും പീഡനങ്ങളും വേദനകളും തലചായ്ക്കുവാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയും ഒക്കെയാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുക. പക്ഷേ ഈ സഹനങ്ങൾക്കും വേദനകൾക്കും അപ്പുറം ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പിൻചെല്ലുന്നവന് സ്വർഗരാജ്യത്തിൽ ഇടമുണ്ടാകുമെന്നുള്ള വലിയ വാഗ്ദാനം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. കുറച്ചു കാലങ്ങളായി നമ്മളെല്ലാവരും ഈ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നു, അവിടെ കുറേ പേരെ കൊന്നു, കുറേ പേരെ അഗ്നിക്കിരയാക്കി, കുറേ പേരെ തടവറയിലിട്ടു. ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഈ ഭാരത മണ്ണിൽ നമ്മൾ കേട്ടതാണ്, 2 കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് തടവറയിൽ നിന്ന് മോചനം ലഭിച്ചത്. നമ്മുടെ നാട് മുഴുവൻ അവർക്കൊപ്പം നിന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈശോ പറഞ്ഞ വാക്കുകളെ ഒന്ന് വിലയിരുത്തി നോക്കാം. ഈശോ പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന്. അത് അക്ഷരം പ്രതി ഈ 2000 വർഷം സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും പീഡനങ്ങളും വേദനകളും ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കൂടെ ഉണ്ടാകും. സഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രമെടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാനായി സാധിക്കും, ഇതിനേക്കാൾ മോശമായ പീഡന പരമ്പരകൾ സഭയിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്നും സഭ അഭിമാനത്തോടെ തലയുയർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്, രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളർന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ യഥാർത്ഥത്തിൽ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് അവനോടൊപ്പം ക്രൂശിക്കപ്പെടുവാനുള്ള ഒരു സാധ്യത അവൻ നമുക്ക് മുൻപിൽ തുറന്നു തരുന്നുണ്ട് എന്നു തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, സ്വർഗത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, നിന്റെ ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.